നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വിജയം കണ്ടിട്ടില്ലെങ്കിൽ മറ്റു പ്രക്ഷോഭ പരിപാടികളുമായിട്ട് നമ്മൾ ആക്ഷൻ കൗൺസിൽ എന്ന നിലയിൽ മുന്നോട്ട് പോകും. തിരുവസ്ത്രമിട്ട് നമ്മൾ സത്യം വിശ്വസിക്കുന്ന പലരും നുണ പറയുകയാണ്. തേജസിന്റെ മരണം എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് പൂർണ്ണമായും ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം സജീവമായിക്കൊണ്ട് ഈ ഒരു സമരം ഏറ്റെടുക്കുകയാണ്. 10 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് സമരം നടത്തുന്നവർക്ക് ഈ ഒരു ഘട്ടത്തിൽ സ്കൂൾ മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ആക്ഷൻ കൗൺസിൽ കൺവീനറും നഗരസഭാ കൗൺസിലറുമായ ശരത് കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 10 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഉറപ്പ് നൽകാമെന്ന് അധികാരികളും അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ തുടർന്നുള്ള സമര പരിപാടികൾ? നമ്മളൊരു മോനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ അരീഷിനും ജിഷയ്ക്കും തേജസിനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ തേജസിന് നീതി കിട്ടണം. ഇനിയൊരു തേജസ് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ തേജസിന് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും, മനുഷ്യാവകാശ പ്രവർത്തകരായ യൂനസാക്കു, വേലായുധൻ ഇവരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ വലിയൊരു ആക്ഷൻ കൗൺസിൽ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ആദ്യഘട്ടം നമുക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വിജയം കണ്ടിട്ടില്ലെങ്കിൽ മറ്റു പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ എന്ന നിലയിൽ മുന്നോട്ട് പോകും. രക്ഷിതാക്കൾ പറയുന്ന പല പരാതികളിലും യാഥാർത്ഥ്യമില്ല എന്നൊരു നിലപാട് മാനേജ്മെന്റ് സ്വീകരിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് നിങ്ങളുടെ നിലപാട്? അത് അവര് പച്ചയായ നുണ പറയുകയാണ്. തിരുവസ്ത്രമിട്ട് നമ്മൾ സത്യം വിശ്വസിക്കുന്ന പലരും നുണ പറയുകയാണ്. കാരണം ആ കുട്ടിക്ക് അവിടെ സിൽവർ ജൂബിലിയാണ് നടന്നു തോന്നുന്നു, 50ാം വാർഷിക നടന്നു തോന്നുന്നുണ്ട്. ഒരു ആഴ്ചത്തെ പ്രോഗ്രാമായിരുന്നു. ആ കുട്ടിക്ക് അവിടേക്ക് പ്രവേശനം നൽകാത്തത് കാരണമാണ് അവിടേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് നേരിട്ട് അവൻ പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അറിവുള്ളതാണ്. അതുപോലെ തന്നെ എക്സാം എഴുതിക്കാൻ നിർബന്ധിച്ചു എന്നുള്ള കാര്യം ഇത് ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ അവന് ഈ വെയിലത്ത് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്താണ് ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ അവിടെ നേരിട്ട് സമ്മതിച്ചുള്ള കാര്യമാണ്. അവൻ മരിക്കുന്ന 2 ദിവസം മുന്നെയാണ് സമ്മതിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് അവൻ പറഞ്ഞാണ് ഈ എക്സാം എഴുതിയാലേ ഉള്ളൂ TC തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ആ കുട്ടി മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ എന്നോട് നേരിട്ട് സംസാരിച്ച കാര്യമാണ്. ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന കാര്യം ഒക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഇത് എക്സാം പ്രസന്റേഷൻ സ്കൂളിൽ മാത്രമേ ഉള്ളൂ, വേറെ സിലബസിലില്ല. ഞാൻ ഏതാ സിലബസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോറൽ സയൻസ് എന്ന സബ്ജക്റ്റാണ്. അത് ഏതാ സബ്ജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഇത് വേറെ സ്കൂളുകളിലൊന്നുമില്ല, പ്രസന്റേഷൻ സ്കൂളിൽ മാത്രമേ ഉള്ളൂ, ഇത് എഴുതിയാൽ മാത്രമാണ് TC തരുള്ളൂ, TC തരുള്ളൂ എന്നുള്ളത് ആ കുട്ടി നേരിട്ട് പറഞ്ഞിട്ട് അനുഭവമുള്ളതാണ്. അപ്പൊ ഇത് പച്ചയായ നുണ അവരെ സ്കൂളിന്റെ പ്രിവിലേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ അരഞ്ഞിക്കൽ ആനന്ദൻ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാലയത്തിനെതിരെ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്കൂളിൽ നേരിട്ട ക്രൂരതകൾ തുറന്നു പറയുന്നുമുണ്ട്. എങ്ങനെയായിരിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചീരട്ടമണ്ണ എന്ന പ്രദേശത്ത് ഒരു വലിയ ഞെട്ടലോടുകൂടിയാണ് തേജസിന്റെ മരണം ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ആ കുടുംബത്തിന് മാത്രമല്ല, ഞങ്ങളെ ആ മേഖലയിലുള്ള ആ ഗ്രാമത്തിന് തന്നെ ഒരു തീരെ നഷ്ടമാണ് തേജസിന്റെ മരണം. ഇനി ഒരു വിദ്യാർത്ഥിക്കും അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവരുത് എന്നുള്ള ഒരു വിലയിരുത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടുത്തെ പ്രദേശവാസികളായ ആളുകളൊക്കെ ഐക്യകണ്ഠേന കൂടി ഇന്നലെ ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുന്നേയും പല ഘട്ടങ്ങളായി പല പ്രാവശ്യം ഞാനടക്കം ആ വിഷയങ്ങളിൽ ഒരാളെന്ന നിലയിൽ ആ വിദ്യാലയത്തിനെതിരെ വലിയ രീതിയിലുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും വേണ്ട രീതിയിൽ ഏറ്റെടുക്കാണ്ട്, പൊതുസമൂഹം ഏറ്റെടുക്കാണ്ട്, അത് മാതാപിതാക്കൾ രക്ഷാകർത്താക്കൾ ഏറ്റെടുക്കാണ്ട് അതൊക്കെ ഇല്ലാതാകുന്ന ഒരു രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തേജസിന്റെ മരണം എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് പൂർണ്ണമായും ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതിന് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ അതേപോലെ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നോ ആ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാകപ്പഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തി അത് നടത്തിയ ആൾക്കെതിരെ കൃത്യമായ
പിന്നെ അന്വേഷണം നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവർക്ക് നീതി ലഭിക്കണം, ആ കുടുംബത്തിന് നീതി ലഭിക്കണം, ആ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കണം. ഇനി പെരിന്തൽമണ്ണയിൽ ഒരു വിദ്യാലയത്തിലും ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് മാനസികമായി തളർത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത് തന്നെയാണ് ഞങ്ങളെ പ്രധാന ലക്ഷ്യം. ആ കുടുംബത്തിന് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ 10 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മാനേജ്മെന്റ് ഈ ഒരു അവസരത്തിൽ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ ഒരു മാനേജ്മെന്റിന്റെ തീരുമാനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സമര പരിപാടികൾ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ തുനിയുള്ളൂ. എല്ലാവരും ഒരു ഏത് മാനേജ്മെന്റ് ആണെങ്കിലും അവരെ ആളുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന് മാത്രമേ അവർ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. ഞങ്ങൾ അതുപോലെ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതന്നെ അന്വേഷണം ഒരു കാരണവശാലും അട്ടിമറിക്കപ്പെടാൻ പാടില്ല. ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലും ഈ അന്വേഷണത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ആളുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അതിന് എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. അത് ഫസ്റ്റ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്നലെ ആക്ഷൻ കമ്മിറ്റി കൂടുകയും അതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിക്ക് ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി എന്നുള്ളതിൽ ആദ്യത്തെ പരാതി കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു 4-5 ദിവസം നിങ്ങൾ സൂചിപ്പിച്ചത് 10 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതിന്റെ അന്വേഷണ പുരോഗതി ഞങ്ങൾ വിലയിരുത്തും. അതിന് പിന്നെ അന്വേഷണ പുരോഗതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ ജനപങ്കാളിത്തത്തോടു കൂടി ഞങ്ങളുടെ ഗ്രാമം മാത്രമല്ല, ചീരട്ടവണ്ണ എന്ന പ്രദേശമല്ല, പെരിന്തൽമണ്ണയിലെ പൊതുസമൂഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടികൾക്ക് ആക്ഷൻ കമ്മിറ്റി നേതൃത്വം. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ്. വലിയ രീതിയിലുള്ള ശക്തമായ സമര പരിപാടികൾക്ക്, പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഇനിയൊരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നുകൂടെയാണ് ആക്ഷൻ കൗൺസിൽ പറഞ്ഞു വെക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.